ഏതെങ്കിലും പൂച്ചൊല്ലും തട്ടിയിട്ടായിരിക്കും. അതിന് നമ്മുടെ വീട്ടിൽ പൂച്ചയില്ലല്ലോ. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾ ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാടില്ല. ദൃഷ്ടിദോഷമുണ്ട്. എന്താ അമ്മേ ഇത്? നിനക്ക് ദൃഷ്ടിദോഷമുണ്ട് അബി. അതുകൊണ്ടാ ചെടിച്ചട്ടി നിന്റെ ദേഹത്ത് വീഴാൻ പോയത്. ദൃഷ്ടി? എന്താ അമ്മേ ദൃഷ്ടി എന്നൊക്കെ പറയുന്നേ? ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അബി. വിശ്വസിച്ചേ പറ്റൂ. വസു, പോയി ആരതി എടുത്തിട്ട് വാ. ഇത് വെളിയിൽ കൊണ്ടുപോയി കളയ. ഒന്ന് സൂക്ഷിച്ച് നടക്കണേ അബി. ശരി അമ്മേ, താങ്ക്സ്. എനിക്ക് ഓഫീസിൽ പോകണ്ടായി. പോയി വാ മോനെ. എന്താ ആന്റി വിഷമിച്ചിരിക്കുന്നത്? നല്ലൊരു ചാൻസ് മിസ്സായി പോയിടി. രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ചാൻസ് ആണോ? അത് ഒരുപാട് വർഷമായിട്ട് മിസ് തന്നെ ആണല്ലോ. പിന്നെ വേറെന്താ മിസ് ചെയ്തേ? കുറച്ചു നേരം മുമ്പേ വസുവും ഭാവനയും കുട്ടികളെ കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു പക്ഷേ അടുത്ത കുട്ടി വേണമെന്ന് വസുവിന് ആഗ്രഹമുണ്ടോ എന്തോ. സത്യമാണോ ആന്റി? അവര് സംസാരിക്കുന്നത് അവസാനമാ ഞാൻ കേട്ടെ. ആദ്യം മുതലേ കേട്ടിരുന്നെങ്കിൽ എല്ലാം മനസ്സിലായനെ. ആ ചാൻസ് അങ്ങ് മിസ്സായി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആന്റി, ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോഴേ എത്തുന്നത്. അവരിതൊക്കെയാ സംസാരിച്ചോണ്ടിരിക്കുന്നെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? പക്ഷെ ഒരു കാര്യം മനസ്സിലായി, വസു അടുത്ത കുട്ടിക്ക് വേണ്ടി തയ്യാറായിരിക്കുക. അത്രയ്ക്ക് ഉറപ്പായിട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്നേ? ഇപ്പൊ കുറച്ചു നേരം മുന്നേ അബി വീട്ടിലേക്ക് വന്നായിരുന്നു. അബിയോട് കുഞ്ഞിനെ പറ്റി എന്തോ പറയാൻ പോയി. അപ്പൊ നിന്റെ അമ്മായി അവിടേക്ക് കേറി അങ്ങ് വന്നു. ഞാൻ മനഃപൂർവ്വം മുകളിൽ നിന്ന് അബിയുടെ തലയിൽ വീഴാനായിട്ട് ചെടിച്ചട്ടി താഴേക്ക് തള്ളിയിട്ടു. മുകളിൽ നിന്ന് ചെടിച്ചട്ടി വീഴുന്ന കണ്ട് നിന്റെ അമ്മായി അബീന്നങ്ങ് വിളിച്ച് നിന്റെ അമ്മായി മോനെ രക്ഷിച്ചു. എന്തിനാ ആന്റി അങ്ങനെ ചെയ്തേ? നിന്റെ അമ്മായിയുടെ മനസ്സിലെ ഭയം ഉണ്ടാവാൻ വേണ്ടിട്ടാ. എന്താ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മ ആ സ്വാമിജിയെ കൊണ്ട് എന്താ പറയിച്ചത്? വസുവിന് കുഞ്ഞ് ജനിച്ചാ അബിക്ക് ആപത്താണെന്നല്ലേ പറഞ്ഞത്? അതെ, അതുകൊണ്ട് വസുവേട്ടത്തിക്ക് കുട്ടികൾ ജനിക്കാൻ പാടില്ലെന്ന് അമ്മ തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞത്. ആ കാര്യം നിന്റെ അമ്മായി ശരിക്കും വിശ്വസിക്കണമെങ്കിൽ വസു കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ അബിക്ക് എന്തെങ്കിലും ആപത്ത് വരണം. അപ്പൊ നിന്റെ അമ്മായിയെ വസുവിന് കുട്ടികളെ ഉണ്ടാവരുതെന്ന് നിർബന്ധമായി പറയും. അതാ. വാ, സൂപ്പർ ആയിട്ട് ആന്റി പ്ലാൻ ചെയ്തിരിക്കുന്നേ. എന്റെ മോമിന്റെ പ്ലാൻ പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കണം. എന്റെ ഊഹ ശരിയാണെങ്കിലേ നിന്റെ അമ്മായി ഇപ്പൊ തന്നെ വസുവിനെ വിളിച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കുവായിരിക്കും. നിനക്ക് എന്താ പറയാനുള്ളത് വസു? അബിയുടെ മുമ്പില് കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സംസാരം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അത് അമ്മേ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? മുതിർന്നവർ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് നീ ആലോചിക്കണം വസു. ഞങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ്. അതല്ല അമ്മേ, അത് വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കേണ്ട വസു. ഞങ്ങൾക്ക് 5 പേരക്കുട്ടികളുണ്ട്. ഭാസ്കറിന് 2 പേരും, നിങ്ങൾക്ക് 3 പേരും. ഇനി കാർത്തികയ്ക്കും അഖിലിനും കുട്ടികളുണ്ടാവും. ഇവരുടെ കാര്യമൊക്കെ നോക്കണ്ടേ? ഇനി ഒരു തവണ കൂടി ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട വസു.
ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സംസാരം വരാൻ പാടില്ല. ഇപ്പോ ഉള്ള കുട്ടികളെ നന്നായി നോക്കി വളർത്തിയാൽ മതിയാകും. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സംസാരം എത്രത്തോളം നീ കുറയ്ക്കുന്നോ അത്രയും നിനക്ക് നല്ലത്. മറ്റുള്ളവരുടെ മുമ്പില് എന്റെ വാക്കുകളെ എതിർത്ത് എന്നെ മോശക്കാരിയാക്കരുത്. ഇനി ഈ ജന്മത്തില് വസുവിന് കുട്ടികള് വേണമെന്നുള്ള ചിന്തയേ വരില്ല. അബിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ അമ്മായി സഹിക്കില്ല. എന്നെങ്കിലും അമ്മയ്ക്ക് സ്വാമിജി പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായ? എങ്ങനെ അറിയാനാ? അതിന് ഒരു ചാൻസും ഇല്ലല്ലോ. അപ്പോ അഭിയേട്ടനും പിന്നെ വസുവേട്ടത്തേക്കും ഒരു കുഞ്ഞിന് വേണോന്ന് തോന്നിയാ? അതിന് പോലും ചാൻസ് ഇല്ലല്ലോ. അബിക്കാണെങ്കി ആ വസുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമേ ഇല്ലായിരുന്നല്ലോ. അനുവിനും കീർത്തിക്ക് വേണ്ടിട്ടല്ലേ കല്യാണം കഴിച്ചേ. പക്ഷെ വസുവേട്ടത്തിയോട് അഭിയേട്ടന് ഒരുപാട് സ്നേഹമല്ലേ? വസുവേട്ടത്തിയുടെ പുറത്ത് ഒരു ഈച്ച പോലും ഇരിക്കാൻ സമ്മതിക്കാറില്ല. അത് വേറെ, കുഞ്ഞു ജനിക്കുന്ന കാര്യം വേറെ. നീ പേടിക്കാതെ. ഈ ജന്മത്തില് വസുവിന് കുട്ടികൾ ഉണ്ടാവാനുള്ള ഭാഗ്യമേ ഉണ്ടാവില്ല. വസു ആഗ്രഹിച്ചാലും അബി ആഗ്രഹിച്ചാലും നിന്റെ അമ്മായി അതിനെ തടസ്സം ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ആന്റി ഗ്രേറ്റാ. എന്റെ മോം പറഞ്ഞ പ്ലാൻ ആന്റി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ് ആന്റി, കീപ് ഇറ്റ് അപ്പ്. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? ഒരു കുഞ്ഞു വേണോന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തായിരിക്കും അവളുടെ മനസ്സിൽ? ഇനിയൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് അബി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിന് വിപരീതമായിട്ടാണല്ലോ വസു പറയുന്നത്. ഒരു കുഞ്ഞുണ്ടായാൽ അബിയുടെ ജീവൻ ആപത്താണെന്ന് വസുവിനോട് എങ്ങനെയാ പറയുക? ഇന്ന് എത്ര വലിയൊരു ആപത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടത്. ജയന്തി, എന്താ നീ ആലോചിക്കുന്നേ? എനിക്ക് പേടി തോന്നുന്നേട്ടാ. എന്തിനെ പറ്റി? വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അതിനിപ്പോ എന്താ നടന്നേ? കുറച്ചു നേരം മുൻപേ അബിയുടെ ദേഹത്ത് മുകളിലിരുന്ന ചെടിച്ചട്ടി വീഴേണ്ടതായിരുന്നു. കൃത്യസമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അബി ഒരു വലിയ ആപത്തിൽ നിന്നാ രക്ഷപ്പെട്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ആപത്ത് വരും ജയന്തി. അതിനെപ്പറ്റി ഓർത്ത് എന്തിനാ വിഷമിക്കുന്നെങ്ങനെ? അത് പ്രതീക്ഷിക്കാതെ വന്ന അപകടം അല്ല ഏട്ടാ. അതിന് തക്കതായ കാരണമുണ്ട്. കാരണമോ? എന്താ അത്? അത് പിന്നെ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾ ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാടില്ല. ഈ കാര്യം നിങ്ങൾ മാത്രമേ അറിഞ്ഞിരിക്കാൻ പാടുള്ളൂ. വീട്ടിൽ മറ്റാരോടും ഇത് പറയാൻ പാടുള്ളതല്ല. പറ ജയന്തി, നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കെ. ഒന്ന് പറ ജയന്തി, എന്താ നടന്നത്? കാർത്തിക ഇപ്പൊ ഗർഭിണിയാ. ഈ സമയത്ത് വീട്ടിൽ ഇതുപോലുള്ള ആപത്തുകളൊന്നും വരാൻ പാടില്ല. അത് നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും നല്ലതായിരിക്കില്ല. നീ ആവശ്യമില്ലാതെ പേടിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല ഏട്ടാ, എന്റെ മനസ്സിൽ ശക്തമായിട്ട് തോന്നുക എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു. അതിന്റെ സൂചനകൾ കാണാൻ കഴിയുന്നുണ്ട്. മുൻപൊരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ വലിയ സ്വാമിയെ വീട്ടിലേക്ക് വരുത്തി കാര്യം ചോദിക്കാം. അദ്ദേഹം എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരില്ലേ? എന്നാ വേഗം വരാൻ പറയേ. എന്തെങ്കിലും ആപത്ത് വരുന്നതിന് മുമ്പേ നമുക്ക് പരിഹാരം കാണാം. അങ്ങനെ ചെയ്യാൻ ജയന്തി. ആദ്യം നീ സന്തോഷമായിട്ടും സമാധാനമായിട്ടിരിക്കെ. ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കില്ല. ഞാൻ ഉടൻ തന്നെ സ്വാമിയെ വരാൻ പറയാം. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട.
വസു, നീ ഇരിക്ക്. എന്താ വസു, അഭിയോട് നീ കൺസീവ് ആയിരിക്കുന്ന കാര്യം പറഞ്ഞോ? അഭിയപ്പോ എന്ത് പറഞ്ഞു? ഇല്ല ചേച്ചി, പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. വീണ്ടും നീ പേടിച്ചോ? ധൈര്യം കാണിച്ചേ പറ്റൂ വസു. എന്തായാലും ഈ കാര്യം ഒരു ദിവസം അറിയിക്കണം. പേടി കൊണ്ട് പറയാത്തതല്ല ചേച്ചി. ഞാൻ ഏട്ടനോട് പറയാൻ പോയപ്പോ മുകളിലിരുന്ന് പൂച്ചിട്ട് ഏട്ടന് തലയിലേക്ക് വീഴാൻ പോയി. മുകളിൽ നിന്ന് പൂച്ചട്ടി എങ്ങനെയാ വീഴുന്ന വസു? അറിയില്ല ചേച്ചി. അമ്മ ഒരുപാട് പേടിച്ചു പോയി. ഏട്ടന് ദൃഷ്ടി ഒഴിഞ്ഞിട്ടു അമ്മ. ഏട്ടൻ ഓഫീസിൽ പോയതിനു ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പറയരുതെന്ന് അമ്മ സീരിയസ് ആയിട്ട് എനിക്ക് വാർണിംഗ് തന്നു. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അതാ ചേച്ചി എനിക്കൊന്നും മനസ്സിലാവാത്ത. ഞാൻ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ലെന്ന് അമ്മ എന്തോ തീരുമാനം എടുത്ത പോലെ. എന്തിനോ അമ്മ ഒരുപാട് പേടിക്കുന്ന പോലെ ചേച്ചി. എന്തോ നടന്നിട്ടുണ്ട് വസു. നമ്മൾ ആ സ്വാമിജിയുടെ അടുത്ത് നിന്ന് വന്നത് മുതൽ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ആലോചിച്ച് അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അമ്മയോട് സ്വാമിജി എന്തെങ്കിലും നടക്കേണ്ടാത്ത കാര്യം പറഞ്ഞു കാണോ? എടി കള്ളി, നിനക്കിതൊക്കെ എങ്ങനെയാ മനസ്സിലായത്? സ്വാമിജി നല്ല കാര്യങ്ങളല്ലേ പറയൂ ചേച്ചി, മോശം കാര്യങ്ങൾ പറയാറില്ലല്ലോ. സ്വാമിജി നല്ലതും ചീത്തയും എല്ലാ കാര്യങ്ങളും പറയും. നടക്കുന്ന നല്ല കാര്യങ്ങളും വരാൻ പോകുന്ന ആപത്തുകളെ പറ്റിയും ഒക്കെ പറയും. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുണ്ടെങ്കിൽ അമ്മ ആ കാര്യം നമ്മളെല്ലാം അറിയിക്കേണ്ടതല്ലേ ചേച്ചി? നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും അമ്മ ഒളിപ്പിച്ചു വെക്കുകയായിരിക്കോ? അതുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരെയും പുറത്തു നിർത്തിയിട്ട് ആ സ്വാമിജി അമ്മയോട് മാത്രമായി എന്തോ പറഞ്ഞത്. അയ്യോ, ഇവളെന്തൊക്കെയാ ഈ പറയുന്നേ? എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഇതൊക്കെ പറയാൻ പറ്റുന്നേ? എന്റെ സംശയം എന്താന്ന് വെച്ചാ ആ സ്വാമിജി ഇനി വല്ല കള്ളസ്വാമി ആയിരിക്കുമെന്നാ. സ്വാമിജി അത്ര വലിയ മഹാനല്ലെങ്കിലോ? അയാളൊരു വ്യാജ സ്വാമിജി ആയിരുന്നെങ്കിൽ അത്രയും ഭക്തർ അയാളെ കാണാൻ വരുമായിരുന്നോ? അദ്ദേഹത്തിന് ഒരുപാട് സിദ്ധിയുണ്ടെന്ന് അവിടെയുള്ള ഭക്തരെല്ലാം പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ കാലത്ത് നല്ല സ്വാമികളെക്കാൾ കൂടുതൽ കള്ളസ്വാമികളാണ് കൂടുതലായിട്ടുള്ളത് വസു. ഇപ്പൊ എല്ലാവരും കള്ളസ്വാമികളെ കൂടുതൽ വിശ്വസിച്ച് പറ്റിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിനെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല ചേച്ചി. അവരുടെ വേഷം, ആ സെറ്റപ്പ്, പിന്നെ അവരുടെ ശിഷ്യന്മാര്, അതൊക്കെ കാണുമ്പോ അങ്ങനെയാ തോന്നുന്നേ. ഒരു കാര്യം ചെയ്യാം വസു, നമുക്ക് രണ്ടുപേർക്കും കൂടി ആ സ്വാമിജിയെ കാണാൻ പോകാം. അയാൾ അമ്മയോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കാം. അയ്യോ, ഇവരാ സ്വാമിജിയെ കാണാൻ പോയാ കാർത്തികയുടെ അമ്മ പറഞ്ഞ കള്ളത്തരം എല്ലാം പുറത്തു വരുമല്ലോ. കാർത്തികയുടെ കാര്യം അവതാളത്തിലാകും. ഇതിപ്പോ എങ്ങനെയാ തടയുന്നേ? വേണ്ട ചേച്ചി, നമ്മള് സ്വാമിജിയെ കണ്ടു എന്നുള്ള കാര്യം അമ്മ അറിയാനിടയായ അത് ശരിയാവില്ല. അത് പിന്നെ പ്രശ്നമാവും. വിട്ടേക്കാം ചേച്ചി. എന്ത് നല്ല കാര്യമാ നീ പറഞ്ഞ വസു. നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. പിന്നെ എത്ര നാളിങ്ങനെ ഇരിക്കാനാ? അതിന് ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. ശരി, സമയം ഒരുപാടായി. ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കട്ടെ. ആ ഈശ്വരൻ നിന്നെ സഹായിച്ചാ മതിയായിരുന്നു. അതുവരെ നീ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു.
വസുവേട്ടത്തിയെ എങ്ങനെ ടോർച്ചർ ചെയ്യണം, വസുവേട്ടത്തിയെ ഏതൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാം. ഇത്രയും നാൾ ഞാൻ പറഞ്ഞതൊന്നും വസുവേട്ടത്തി കേട്ടിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ എന്റെ ഫേക്ക് പ്രഗ്നൻസിയെ ഒരു അവസരമായി എടുത്ത് വസുവേട്ടത്തിയെ പാഠം പഠിപ്പിക്കാൻ പോവാണ്. അതിനു വേണ്ടി ഒരു പ്ലാൻ ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. ഏർലി മോർണിംഗ് 3:30 ഉണർന്ന് ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങയും ഹനിയും ചേർത്ത് തരാൻ പറയും. 4 മണിക്ക് എന്റെ കൂടെ വാക്കിങ്ങിന് വരാൻ പറയണം. 5 മണിക്ക് ബെഡ് കോഫി, 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകാൻ പറയണം. അമ്മേ, എന്തു പറ്റി? നല്ല ടെൻഷനിലാണല്ലോ. നീ എന്താ ചെയ്യുന്നേ? രാമായണം എഴുതുവാണോ? അത് നിങ്ങളെ പോലെയുള്ള വയസ്സായവര് ചെയ്യുന്ന ജോലിയാണ്. ആ, ഞങ്ങളെ പോലെയുള്ള യങ്സ്റ്റേഴ്സിന്റെ പ്ലാൻ വേറെ ലെവലായിരിക്കും. എന്ത് പ്ലാനാടി? ഓപ്പറേഷൻ ടോർച്ചർ വസുവേട്ടത്തി. ആ, എന്ന് വെച്ചാ? വസുവേട്ടത്തിയെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാമെന്ന് ഞാൻ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏർലി മോർണിംഗ് 3:30 എഴുന്നേറ്റ് എനിക്ക് ഇളം ചൂടുവെള്ളത്തിൽ ലെമൺ ആൻഡ് ഹണി കലക്കി തരാൻ പറയും. 4 മണിക്ക് എന്റെ കൂടെ വാക്കിങ്ങിന് വരാൻ പറയും. കറക്റ്റ് 5 മണിക്ക് ബെഡ് കോഫി, 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ പറയും. മിക്സി ഗ്രൈൻഡർ ഒന്നും ഉപയോഗിക്കാതെ കൈ കൊണ്ട് മാവ് അരയ്ക്കാൻ പറയും. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതെ കൈ കൊണ്ട് തുണി കഴുകാൻ പറയും. ഓ, നിർത്ത് നിന്റെ ലിസ്റ്റ് പറിച്ചിട്ട്. നന്നായി സ്വപ്നം കാണുന്നുണ്ടല്ലോ. ഇനിയുണ്ട് ആന്റി. എന്നാലേ 4 മടക്കി അലമാരക്കകത്ത് വെച്ചേക്ക്. എന്താ ആന്റി ഇങ്ങനെ? വസുവേട്ടത്തിയെ ടോർച്ചർ ചെയ്യുന്നത് ആന്റിക്ക് ഇഷ്ടമല്ലേ? അവളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് നീ ഇവിടെ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു. അവിടെ ഭാവനയുണ്ടല്ലോ, നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർക്കാനുള്ള പ്ലാൻ ഇട്ടോണ്ടിരിക്കുക. ആന്റി എന്താ ഈ പറയുന്നേ? സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം നിന്റെ അമ്മായിക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്നും സ്വാമിജി നിന്റെ അമ്മായിക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് നിന്റെ അമ്മായി വസുവിനോട് കുട്ടികളൊന്നും ഇപ്പൊ വേണ്ടാന്ന് ഭാവന ഗസ് ചെയ്ത് വസുവിനോട് പറയുന്നു. ഭാവനേട്ടത്തേക്ക് അത്രയ്ക്കും ബുദ്ധി എങ്ങനെയാ വന്നേ? കൂടെ തന്നെ വസു ഉണ്ടല്ലോ, അവളുടെ ബുദ്ധിയെ ഇവക്കും കിട്ടിയെന്നാ തോന്നുന്നേ. ഭാവനേട്ടത്തി ഗസ് ചെയ്തെന്ന് വെച്ച് നമുക്കെന്ത് നഷ്ടം വരാനാ? അവൾ അത്രയും പറഞ്ഞ് നിർത്തിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വസുവിനെ കൂട്ടിക്കൊണ്ട് സ്വാമിയുടെ അടുത്ത് പോവാമോന്ന് ചോദിക്കുവാണ്. അവരെങ്ങാനും സ്വാമിജിയുടെ അടുത്ത് പോയാലുണ്ടല്ലോ നമ്മുടെ പ്ലാന് കംപ്ലീറ്റ് വെള്ളത്തിലാകും. നീ ഗർഭിണിയല്ലെന്നുള്ള വിവരവും അവരറിയൂടി കാർത്തികേ. അതുമാത്രമല്ല, വസു കുഞ്ഞിനെ പ്രസവിച്ച അബിക്ക് ആപത്താണെന്ന് നിന്റെ അമ്മ സ്വാമിജിയെ കൊണ്ട് പറയിച്ച കള്ളവും പൊളിയും. അതോടെ നമ്മുടെ കഥ കഴിഞ്ഞു. അപ്പൊ നിന്റെ അമ്മായി ഭദ്രകാളി ആട്ടം ആടി നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. ഇനി എന്ത് ചെയ്യും ആന്റി? അവര് സ്വാമിജിയുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ എന്താണ് ഒരു വഴി? അവിടെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. സ്വാമിജിയെ കുറിച്ച് ഭാവനയ്ക്ക് സംശയം ഉണ്ടെങ്കിലും വസുവിന് അങ്ങനെയൊന്നും ഇല്ലടി. അവരിപ്പോ സ്വാമിയുടെ അടുത്തൊന്നും പോകാൻ പോകുന്നില്ല. അപ്പോ വസുവേട്ടത്തിൽ തന്നെ നമ്മളെ രക്ഷിച്ചതുപോലെയുണ്ട്. ഇപ്പൊ നമ്മളെ രക്ഷിച്ച വസു ഉണ്ടല്ലോ, അവളായിരിക്കും ഒരു ദിവസം നമുക്കിട്ട് പണി തരുന്നേ. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നീ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ച് വസുവിന്റെ കാര്യത്തിൽ അബദ്ധമൊന്നും കാണിച്ചു വെച്ചേക്കരുത്. എന്താണെങ്കിലും ഞാൻ തന്നെ ചെയ്തോളാം. നീ മിണ്ടാതിരിക്കുക, ആദ്യം അത് കീറിക്കളാ. ഓക്കേ ആന്റി. ആ, അങ്ങനെ. ഓക്കേ. ഫോണിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി മാഡം. ഈ വീടിന്റെ ഗ്രഹനിലയും ഞാൻ പരിശോധിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വീട്ടില് എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അത് മാറിപ്പോകുന്നതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ സ്വാമി? ഒരു ശാന്തി പൂജ ചെയ്താൽ മതി മാഡം.
എന്റെ ഗുരുനാഥനും അതുതന്നെയാ പറഞ്ഞത്. നാളെ വളരെ നല്ല ദിവസമാണ്. നിങ്ങളിൽ ആരെങ്കിലും ജോഡിയായിട്ടിരുന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഈ രുദ്രാക്ഷമാലയോടെ ശാന്തി പൂജ ചെയ്യണം. പൂജയില് വീട്ടുകാരെല്ലാവരും പങ്കെടുക്കണം. പൂജ ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിൽ നടന്നാൽ ഈ വീടിനുള്ള എല്ലാ ദോഷവും ഒഴിഞ്ഞുപോകും. ഇത് കലശത്തിൽ വെച്ച് പൂജയ്ക്ക് കൊണ്ടുവരണം. അങ്ങനെയാവട്ടെ സ്വാമി. ശാന്തി പൂജ ഞാനും അഖിലും ചെയ്താൽ നന്നായിരിക്കൂലേ? ആ അമ്മേ, ഞാനും അഖിലേട്ടനും ചേർന്ന് ഈ പൂജ ചെയ്യാം. ശരി മോളെ, ഗർഭിണിയായിരിക്കുന്ന നിന്റെ ആഗ്രഹം എങ്ങനെയാ ഞാൻ വേണ്ടെന്ന് പറയുക? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ പൂജ ചെയ്യാൻ പാടില്ല. പൂജ നന്നായി നടന്നില്ലെങ്കിൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനത് ദോഷം ചെയ്യും. ശരി സ്വാമി. കാർത്തികേ, അങ്ങനെയാണെങ്കിൽ നീ ഈ പൂജ ചെയ്യാൻ നിൽക്കണ്ട. വെറുതെ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചു. അഖിലിനും കാർത്തികയ്ക്കും പറ്റാത്ത സ്ഥിതിക്ക് ഭാവനയും ഭാസ്കറും ചെയ്യട്ടെ. വസുവേടത്തി അബേട്ടനും ചെയ്താലും നന്നായിരിക്കും അമ്മേ.